എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷനും 3 സിനിമകളുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ദുൽഖർ സൽമാൻ നായകനെത്തിയ വെങ്കി ആറ്റ്ലൂരിയുടെ സംവിധാനത്തിൽ ഒക്ടോബർ മാസം 31 ദീപാവലി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ തെലുങ്കിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ലക്കി ഭാസ്കർ. തിയേറ്ററുകളിൽ നിന്നും ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 12 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രം പിന്നിട്ടിരിക്കുകയാണ്. 12ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60 ലക്ഷത്തോളം രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ലക്കി ഭാസ്കർ എന്ന സിനിമ ആദ്യ 12 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 17,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 11 ദിവസം കൊണ്ട് 96 കോടിയിലേക്ക് എത്തിയെന്നുള്ള പോസ്റ്ററിലും തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ 96 കോടി എന്നുള്ള കളക്ഷൻ ചിത്രത്തിന്റെ പ്രൊമോഷണൽ ഫിഗർ അടക്കമുള്ള കളക്ഷൻ മാത്രമാണ്. അതേസമയം ചിത്രത്തിന്റെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന അപ്ഡേറ്റിൽ പ്രകാരം ചിത്രം 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 85 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 12ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 3 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന അപ്ഡേറ്റിൽ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 12 ദിവസങ്ങൾ കൊണ്ട് 88 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള 100 കോടി കളക്ഷൻ നേടിയെന്നുള്ള പോസ്റ്ററിൽ തന്നെ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ശിവകാർത്തികേയൻ നായകനെത്തി ദീപാവലി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ അമരൻ. ഈ ഒരു സിനിമയും നിലവിൽ 12 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമ. ചിത്രത്തിന്റെ 11 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനിലേക്കും തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്കും വരികയാണെങ്കിൽ 11 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 9,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 11 ദിവസം കൊണ്ട് 115 കോടി രൂപയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം ചിത്രം 11 ദിവസങ്ങൾ കൊണ്ട് 71 കോടി രൂപയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് 238 കോടി രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. ഇനി ചിത്രത്തിന്റെ 12 ദിവസമായി ഇന്നലത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 12ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷത്തിനടുത്ത് രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 12 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 9,80,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 12 ദിവസങ്ങൾ കൊണ്ട് 120 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 238 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 12ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിക്കടുത്ത് രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 248 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. 13ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ശിവകാർത്തികേയന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ 250 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി ഇതിനോടകം തന്നെ അമരൻ മാറാൻ പോവുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ നസ്ലിനെ നായകനാക്കി കഴിഞ്ഞ നവംബർ മാസം 7 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സൈബർ ക്രൈം ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ഐ ആം കാതലൻ. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന കാതലൻ എന്ന സിനിമയുടെ 5ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4 കോടിക്കടുത്ത് രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 5ാം ദിവസമായി ഇന്നലെയും ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1 കോടിക്കടുത്ത് രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ഐ ആം കാതലൻ എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഐ ആം കാതലൻ എന്ന സിനിമയ്ക്ക് മികച്ച തുടക്കമാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും തുടങ്ങാൻ സാധിച്ചിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച നവംബർ മാസം 8 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ മുറ. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുമ്പോൾ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 11 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 2ാം ദിവസമായി വെള്ളിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 21 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 32 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 3ാം ദിവസമായി ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 28 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ലോ ബഡ്ജറ്റ് സിനിമ കൂടിയാണ് മുറ. നിലവിലത്തെ ബോക്സ് ഓഫീസ് ട്രെൻഡ് അനുസരിച്ച് ചിത്രം ഡീസന്റ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി.
അടുത്ത സിനിമ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ കിഷ്കിന്ധാകാന്ഡം. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യലായിട്ടുള്ള OTT അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 19 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ വിവിധ ഭാഷകളിൽ ചിത്രം OTT റിലീസിനായി ഒരുങ്ങുകയാണ്. അടുത്ത സിനിമ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയായിരുന്നല്ലോ തങ്കമണി. തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറിയ തങ്കമണി സിനിമയുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ നിലവിലത്തെ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ചിത്രം ഈ വർഷം അവസാനത്തോടുകൂടി തന്നെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വ്യക്തമാവുന്നത്. അതേസമയം ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ സീക്രട്ട്. SN സാമി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ. ധ്യാൻ ശ്രീനിവാസനോടൊപ്പം രഞ്ജിത്ത് അടക്കം പ്രധാന കഥാപാത്രമായി എത്തിയ സീക്രട്ട് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയപ്പെട്ട സിനിമ കൂടിയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം അവസാന വാരത്തോടുകൂടി തന്നെ മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ഇതേപോലുള്ള സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും അതുപോലെ തന്നെ OTT അപ്ഡേറ്റുകൾക്കുമായും. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും തന്നെ നമസ്കാരം.